വേദയുടെയും വിക്രത്തിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് വിക്രത്തെ ഗുണ്ടകൾ അടിച്ചിടുന്നതാണ്. അപ്പോൾ ഈ സമയം വേദ കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ വേദയെടുത്താണെങ്കിൽ വിക്രം ആദ്യമേ പറഞ്ഞതായിരുന്നു വീട്ടിലേക്ക് പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന്. പക്ഷേ വേദ അവിടെ തന്നെ പോകാതെ വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഗുണ്ടകളിൽ ഒരുത്തനാണെങ്കിൽ വലിയ കത്തിയുമായിട്ട് വരുന്നുണ്ട് വിക്രത്തെ കൊല്ലാനായിട്ട്. ഈ സമയം വേദ പെട്ടെന്ന് വിക്രത്തിനെ മറഞ്ഞു നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം വാസവൻ വന്ന് ഗുണ്ടയുടെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. വേദ ഇങ്ങനെ മറിഞ്ഞു നിന്നതാണല്ലോ, അപ്പോൾ ഗുണ്ടയുടെ കൈ ഇങ്ങനെ മാറ്റുന്നു. എന്നിട്ട് വാസവൻ വേദയോടായി ചോദിക്കുകയാണ്, നീ മരിച്ചാലും ഇവനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്നാണോ, അതോ ഒരു ഭാര്യയുടെ കുലസ്ത്രീ ചമയലാണോ, അല്ലെങ്കിൽ വിക്രത്തിനോടുള്ള പ്രണയത്തിൻ്റെ പ്രചോദനമാണോ നിന്നെ ഇങ്ങനെ ചെയ്യിക്കുന്നത്, അവനെ ഇങ്ങനെ രക്ഷിക്കാൻ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ വേദയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. വിക്രമാണെങ്കിൽ അതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, റിയാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല വേദയാണെങ്കിൽ. അപ്പോൾ വാസവൻ പറഞ്ഞു പോകുന്നുണ്ട്, ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്, മല ചവിട്ടാനുള്ള ഭാഗ്യം ഇവൻ്റെ പ്രാണന് ഉണ്ടാകണേ എന്ന് നീ അയ്യപ്പസ്വാമിയോട് സംസാരിച്ചേക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് ഗുണ്ടകളും വാസവനും പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം അവർ പോയതിന് ശേഷം വിക്രത്തെ എഴുന്നേറ്റ് ഇരിപ്പിക്കുകയാണ് നമ്മുടെ വേദ. വിക്രത്തിനാണെങ്കിൽ വേദയെ ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അതൊന്നും കാര്യമാക്കാതെ മറിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളൊരു നോട്ടമാണ് വിക്രം. വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ തോളിൽ ചാരിയിരുന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ വേദയുടെ കൈ പിടിച്ച് വിക്രം ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. ശേഷം കാണിക്കുന്നത് ഓട്ടോയിൽ വിക്രവും വേദയും വന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഓട്ടോയിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും വിക്രം വരുന്നത്. ഈ സമയം വേദ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ആദ്യം വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വിക്രം വീഴാനായിട്ട് പോകുന്ന സമയത്ത് വേദ പിടിക്കുന്നു. എന്നിട്ട് വേദയുടെ തോളിൽ ചാരിയായിരിക്കും വിക്രത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ അമ്മയും ശ്രീജിയും അവർ നന്ദിനിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് വിക്രം ഇങ്ങനെ വരുന്ന കാണുമ്പോൾ അവർ ശരിക്കും ഞെട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയ്യോ എന്ത് പറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒന്നും പറയുന്നുണ്ടാവില്ല, വിക്രം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിലും അത് എന്താ പറ്റിയെന്ന് പറയാനായിട്ട് നിൽക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് വീണതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ. ഈ സമയം വിക്രം ഒന്നും പറയുന്നില്ല. വേദയാണെങ്കിൽ അത് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കള്ളം പറയാനായിട്ട് തുടങ്ങായിരുന്നേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട വേദ, എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്, നുണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാണേണ്ടവരൊക്കെ കണ്ടു, നാട്ടുകാരൊക്കെ കണ്ടു, ആ കവലയിലുള്ളവരൊക്കെ കണ്ടു, ഇനിയിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്നതിനേക്കാളും ഭേദം നമ്മൾ തന്നെ പറയുന്നതല്ലേ. എന്നിട്ട് വേദ ഒന്നും പറയുന്നുണ്ടാവില്ല. പിന്നെ വിക്രമായിരിക്കും മറുപടി പറയുന്നത്. വിക്രം പറയുന്നുണ്ട്, ആ വാസവൻ്റെ ആളുകളായിട്ട് ചെറിയൊരു കശപിശ ഉണ്ടായതാണ് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അവിടെ മാഷാണെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ മാഷ് വന്ന് ഇതൊക്കെ കാണുമ്പോൾ മാഷിന് വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ശേഷം മാഷാണെങ്കിൽ അവിടെ വന്ന് ചോദിക്കുകയാണ്, വീണ്ടും തുടങ്ങിയോ കമല, നിൻ്റെ മകൻ വീണ്ടും തുടങ്ങിയല്ലേ, ഒരു മലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞ് ഒരു 41 ദിവസത്തെ വ്രതം പോലും എടുക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിക്രത്തെ ഓരോ കുറ്റം പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വേദ അതിനുള്ള മറുപടി കൊടുക്കാനായിട്ട് നിൽക്കുന്നു. അങ്ങനെയല്ല അച്ഛ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മതി എന്നുള്ള രീതിക്ക് മാഷാണെങ്കിൽ അത് കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ വിക്രമാണെങ്കിലും കമൽ ഇങ്ങനെ എന്തോ പറഞ്ഞ് അത് ന്യായീകരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വിക്രം അമ്മയെ നോക്കിയിട്ട് ഒന്നും പറയണ്ട എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് എല്ലാവരോടായിട്ട് പറയാണ്, എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞിങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ വേദ ഈ സമയം ഒന്ന് സഹായിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും വിക്രം അത് സമ്മതിക്കുന്നില്ല. വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് വിക്രം. ശേഷം കാണിക്കുന്നത് മാഷ്, കമല, വേദ ഇവർ തമ്മിലുള്ള സംസാരമാണ്. വേദ മാഷിനോട് പറയാണ്, അച്ഛൻ ഇന്ന് വിക്രത്തെ ഒരുപാട് തെറ്റിദ്ധരിച്ചതാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഈ സമയം മാഷാണെങ്കിലും പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത പ്രവൃത്തികളല്ല ഫലമല്ലേ നമുക്ക് ലഭിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി ഇടയ്ക്ക് കയറി വരും. എന്നിട്ട് വേദ ഇങ്ങനെ പറയണ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വേദയോട് പറയും, പോയി അച്ഛനെ വരെ ഇപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയോ, നീ അച്ഛന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഇരുന്ന് കമല ആണെങ്കിലും പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ സംസാരിക്കുകയല്ലേ, നന്ദിനി എന്തിനതിൽ ഇടപെടുന്നേ എന്നിങ്ങനെ പറയും. അവൾ അച്ഛനോടല്ലേ സംസാരിക്കുന്നത് എന്നൊക്കെ പറയേ. അപ്പോൾ വേദയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും നാൾ അറിയാവുന്ന വിക്രത്തിയല്ല ഞാനിന്ന് കണ്ടത്, എല്ലാം പ്രതികരിക്കുക എന്നല്ലാതെ അങ്ങോട്ടായിട്ട് ആരെയും അടിക്കാനോ ആക്രമിക്കാനോ വിക്രം പോയിട്ടില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിലോ വിക്രമാണ് അച്ഛനെതിരെ അന്ന് പ്രശ്നം ഉണ്ടാക്കാൻ കാരണമായത്, അല്ലെങ്കിൽ അച്ഛനെതിരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിനെ വിക്രം
വിക്രമാണ് കാരണമെന്ന് പറയുന്നത് തെറ്റാണെന്ന് അച്ഛന് മനസ്സിലായി കഴിഞ്ഞാൽ അച്ഛൻ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വേദ ചോദിക്കുന്നു. അപ്പോൾ വേദ പറയുന്നുണ്ട്, ചിലവർ തെറ്റ് ചെയ്യുന്നത് കാണുന്നു, ചിലവർ തെറ്റ് ചെയ്യുന്നത് കാണാഞ്ഞിട്ടാണെങ്കിലും. അങ്ങനെ വിനായകനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സൂചന കൊടുക്കുന്നുണ്ട് വേദ. ആ സമയം നമ്മുടെ നന്ദിനി ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, നീ ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയാനായിട്ടില്ല, ഞാൻ പറയേണ്ട സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാനത് പറയും എന്നിങ്ങനെ വേദ പറയുന്നു. അപ്പോൾ എന്നിട്ട് അച്ഛനോടായിട്ട് വേദ പറയുന്നുണ്ട്, വിക്രത്തിനെ കുറിച്ച് അച്ഛൻ ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച ധാരണകൾ അച്ഛൻ ചിലപ്പോൾ തിരുത്തേണ്ടി വരും. അപ്പോൾ ആ സമയം വിക്രത്തിന് പകരം അച്ഛനോട് അന്ന് തെറ്റ് ചെയ്തത് വിക്രം അല്ലെങ്കിൽ അന്ന് അച്ഛൻ എങ്ങനെയായിരിക്കും വിക്രത്തിനോട് പ്രതികരിക്കുക എന്നുള്ള രീതിയൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വേദ ചോദിക്കുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വേദയാണെങ്കിൽ അകത്ത് കയറി പോകുന്നു. പുറകെ നന്ദിനി ചെല്ലുന്നുണ്ട്. എന്നിട്ട് നന്ദിനി വേദയോട് ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയേ? അപ്പോൾ നന്ദിനിയടുത്തേക്കൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ നന്ദിനിയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഈ അടിയുണ്ടാക്കിയതും ജയിലിൽ പോയതൊന്നും വിക്രം അല്ല എന്നല്ലേ നീ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയടുത്തേക്ക് അങ്ങനെയാണ് മനസ്സിലായി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് വേദയുടെ വീടാണ്. ശങ്കരനാരായണനും അതുപോലെ തന്നെ വേദയുടെ അമ്മ, അനിയത്തി അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം മുത്തശ്ശിയുടെ കോള് വന്ന് സംസാരിച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഈ വീട് വിട്ട് ഒരിക്കലും പോയില്ലെന്ന് പറഞ്ഞ അമ്മ ഇപ്പം ഇങ്ങോട്ട് വരുന്നേ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, അവിടെ സ്കൂളിൽ പോണ മക്കളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടല്ലേ അവിടെ നിൽക്കുന്ന. അമ്മ എന്തായാലും അവിടെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ വിക്രത്തിൻ്റെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി, ചിലപ്പോൾ എല്ലാം നല്ല മാറ്റത്തിന് വേണ്ടിയുള്ളതായിരിക്കാം എന്ന് അമ്മയും പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത്, ചിലപ്പോൾ എല്ലാം മാറി മറിഞ്ഞാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേദയുടെ അനിയത്തി ആണെങ്കിലും വേദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഈ സമയം ശ്രീകാന്ത് കയറി വന്ന് പറയുന്നുണ്ട്, നിനക്കല്ലെങ്കിൽ ഇപ്പോൾ വേദയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് ശ്രീകാന്ത് എന്തായാലും നെഗറ്റീവ് തന്നെയാണല്ലോ വിക്രത്തിനെ പറയുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് ഇന്ന് കവലയിൽ വെച്ച് മറ്റേ വാസവനായിട്ട് അവൻ വഴക്കുണ്ടാക്കി, നാട്ടുകാർ മൊത്തം ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ മാലയിട്ടാൽ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് അവനെ ചത്തിട്ടായിരിക്കും കാണാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, മറ്റുള്ളവർ എന്തോ ചെയ്തോ എനിക്കത് വിഷയമല്ല, പക്ഷെ നീ കാരണം വിക്രത്തിന് ഒന്നും സംഭവിക്കരുത്, നീ കാരണം എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനെന്ത് ചെയ്യാനേ, എനിക്കിപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഓർക്കാൻ പോലും സമയമില്ല എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ഇന്നത്തെ സ്റ്റോറിയിൽ ഇതെല്ലാമായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളത്തെ സ്റ്റോറിയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ മുത്തശ്ശി വീട്ടിലേക്ക് വരുന്നതും വിക്രവും മുത്തശ്ശിയും തമ്മിലുള്ള സംസാരവും കാര്യങ്ങൾ, വേദയും മുത്തശ്ശിയും തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നാളെ. അപ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് വേദയാണെങ്കിലും പറയുന്നുണ്ട്, എല്ലാം ശരിയാക്കണം, എല്ലാ കൂട്ടുകെട്ടുകളും ഒഴിവാക്കണം എന്നുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നാളത്തെ സ്റ്റോറിയായിട്ട് വീണ്ടും കാണാം.